വെൽക്കം ടു ഇഗ്നോ പോയിൻ്റ്. സോ ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് MCA കോഴ്സാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562636469 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് അയക്കാവുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അതിന് റിപ്ലൈ ഒരു 24 hours തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് MCA ആണ്. സോ ഈ MCA കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അഥവാ ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എന്ന രീതിയിൽ വളരെയധികം ലേണേഴ്സ് എടുക്കുന്ന ഒരു കോഴ്സാണ്. സോ ഈ MCA കോഴ്സ് ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് MCA ന്യൂ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ വെറുതെ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സല്ല MCA കോഴ്സ്. കൃത്യമായിട്ട് നമ്മൾ ഏത് ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവണം, എത്തരത്തിലാണ് ആ ഡിഗ്രിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് എന്നതെല്ലാം അനുസരിച്ച് മാത്രമാണ് നമുക്ക് MCA കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. സോ എലിജിബിലിറ്റി ഗ്രാജുവേഷനാണ്. പക്ഷേ എന്ത് ഗ്രാജുവേഷൻ, ഏത് സബ്ജക്ട്സ് പഠിച്ചു, അത് കൃത്യമായിട്ട് ഇഗ്നോ കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി 1 മെത്തേഡിൽ ഇഗ്നോയിൽ MCA അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് പാസ്റ്റ് BC ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലൻറ്റ് ഡിഗ്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാറ്റഗറി 1 MCA കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയായിരിക്കണം? BCA അഥവാ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്ത ആളുകൾ അഥവാ അതിനോട് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഡിഗ്രിയുള്ള ആളുകളായിരിക്കണം. ഇനി ഇത് പഠിക്കാതെ കാറ്റഗറി 2 വഴി മറ്റൊരു കൂട്ടർക്കും ഇഗ്നോയിൽ MCA കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അവരാരാണ്? കാറ്റഗറി 2 എന്ന് പറയുന്നത് പാസ്റ്റ് BSc BCom ഓർ BA വിത്ത് മാത്തമാറ്റിക്സ് അറ്റ് 10+2 ഓർ അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. അതായത് നമ്മൾ ഗ്രാജുവേഷനിലോ അഥവാ നമ്മുടെ +2ലോ നമുക്ക് മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചുകൊണ്ട് നമ്മൾ BA BCom അഥവാ BSc ഡിഗ്രി പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ നമുക്ക് കാറ്റഗറി 2 വഴി MCA കോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പം മിനിമം നിങ്ങൾ നിങ്ങളുടെ +2 തലത്തിലെങ്കിലും മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷനും കൂടിയുണ്ട്. അതായത് BAയോ BScയോ അതേപോലെ തന്നെ BComോ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും MCA കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കാറ്റഗറി 1 കാറ്റഗറി 2 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടത് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കണ്ടീഷൻസ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് MCA കോഴ്സിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം MCA പോലെയുള്ള കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ടു ഒരു അഡ്വാൻസ്ഡ് മോഡ് ഓഫ് മാത്തമാറ്റിക്സ് അറിയുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുക. ഇനി സ്റ്റുഡൻറ്റ്സ് എൻറോളിംഗ് അണ്ടർ കാറ്റഗറി 2 ഷാൽ ബി റിക്വയർഡ് ടു സ്റ്റഡി 2 അഡീഷണൽ കോഴ്സസ്. ഇനി നമ്മൾ ഈ കാറ്റഗറി 2 എന്ന് പറയുന്ന ആരാണ്? BSc BCom BA. പക്ഷേ അവർ +2ലോ അഥവാ നമ്മുടെ ഗ്രാജുവേഷൻ തലത്തിലോ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചവരാണ്. അവരങ്ങനെ പഠിച്ചവരായിട്ട് പോലും ഇഗ്നോയിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റുഡൻസ് എൻറോളിംഗ് അണ്ടർ കാറ്റഗറി 2 ഷാൽ ബി റിക്വയർഡ് ടു സ്റ്റഡി 2 അഡീഷണൽ കോഴ്സസ്. ഏതൊക്കെ കോഴ്സസ് ആണ്? MCS 201 അതേപോലെ തന്നെ MCS 208 ഇൻ ദ ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് പേ ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് ₹2000. കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ ഈ MCA പഠനത്തിന് ഓറിയൻറ്റ് ചെയ്യിപ്പിക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് BA എടുത്തു, പക്ഷേ നമുക്ക് +2 ഒരു പക്ഷേ നമ്മൾ മാത്സ് ചെയ്ത ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് MCAക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യുന്ന അവസരത്തിൽ ഈ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമ്മൾ ഈ 2 അഡീഷണൽ കോഴ്സസ് ചെയ്യുകയും ആ അഡീഷണൽ കോഴ്സസിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ എമൗണ്ട് അഥവാ ഫീസായിട്ട് ₹2000 എക്സ്ട്രാ പേ ചെയ്യണം. ആൻഡ് ഈ 2 കോഴ്സസും ചെയ്യേണ്ടത് ഫസ്റ്റ് സെമസ്റ്ററിലാണ്. ഇനി MCA കോഴ്സിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മുടെ ആൻസേഴ്സ് എക്സാമിന് എഴുതേണ്ടതും. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സെമസ്റ്റർ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും വരുന്ന സബ്ജക്ട്സ് ഏതാണ്, ആ സബ്ജക്റ്റിനൊക്കെയുള്ള ക്രെഡിറ്റ് എത്രയാണ്, ആ സബ്ജക്റ്റിൻ്റെ ഒരു കോഡ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് കോഴ്സ് കോഡ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ കോഴ്സിൻ്റെ ടൈറ്റിലും കൃത്യമായിട്ട്, അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേരും കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ഇഗ്നോ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻറ്റു 2 സെമസ്റ്റർ പെർ ഇയർ, January to June and July to December. Consequently, there will be 2 examinations every year, one in the month of June for the January to June semester courses and the other is in December for the July to December semester courses. The students are at the liberty to appear any of the examination conducted by the university during the year, subject to completing the minimum time frame and other formalities prescribed for the program. അപ്പോൾ
നമുക്ക് സെമസ്റ്റർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 6 മാസമായിരിക്കും സെമസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജാനുവരിയിൽ ജോയിൻ, അതായത് ഡിസംബർ ജാനുവരി സമയത്ത് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ജൂണോടുകൂടി കംപ്ലീറ്റ് ആവും. അപ്പോൾ ജൂണിൽ നമുക്ക് ഈ പ്രോഗ്രാമിന് കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്, അസൈൻമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഫോം ഫില്ല് ചെയ്ത് ജൂണിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമിന് ഇരിക്കാൻ സാധിക്കും. പിന്നെ ആ ഒരു ജൂൺ തൊട്ട് ഡിസംബർ വരെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ. അപ്പോൾ ഡിസംബറിൽ വീണ്ടും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം വരും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ്സും ടാസ്കും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ 6 മാസം കഴിയുമ്പോൾ തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇഗ്നോയിൽ ഈ ഒരു സിസ്റ്റം മീൻസ് 6 മാസത്തിൽ നിങ്ങൾക്ക് സെമസ്റ്ററിൻ്റെ എക്സാംസ് വരുമെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് എക്സാംസിന് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത, അതായത് 6 മാസം കഴിയുമ്പോൾ വരുന്ന ടേം ആൻഡ് എക്സാമിൽ അപ്പിയർ ചെയ്താലും മതി. അതുകൊണ്ടാണ് സ്റ്റുഡൻസിന് 2 എക്സാമിനേഷനിൽ അവർക്ക് ഏതാണ് കംഫർട്ടബിൾ അതിനനുസരിച്ച് അപ്പിയർ ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ ടാസ്കോ കാര്യങ്ങളോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിഫോർ സിറ്റിംഗ് ഫോർ യുവർ exam, we should complete all the procedures which are being given or designated to the student by the university. Okay, and ഇവിടെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന കോഴ്സസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ MCS 211, 212, 213 അങ്ങനെയാണ് കോഴ്സസിൻ്റെ ലിസ്റ്റ് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ സബ്ജക്ട്സ് നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ആൽഗോറിതംസ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ്, സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ്, DAA ആൻഡ് വെബ് ഡിസൈൻ ലാബ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാബ്. അതേപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോഴും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസ്, വെബ് ടെക്നോളജീസ്, ഡാറ്റ വെയർ ഹൗസിംഗ്, OOAD ആൻഡ് വെബ് ടെക്നോളജീസ് ലാബ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ മൈനിങ് ലാബ് തുടങ്ങി കോഴ്സുകൾ കാണാൻ സാധിക്കും. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡാറ്റ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ് ലാബ്, ക്ലൗഡ് ആൻഡ് ഡാറ്റ സയൻസ് ലാബ്. ഇനി നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ വരുമ്പോൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് കോഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സസ് വായിച്ചതിൻ്റെ ഇടയിൽ ഒരുപാട് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലുള്ള കോഴ്സസ് കണ്ടു. അപ്പോൾ അതെല്ലാം ലാബ് കോഴ്സസ് ആണ്, അഥവാ പ്രാക്ടിക്കൽ കോഴ്സസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇഗ്നോയിൽ നമ്മൾ MCA ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് 15 തിയറി കോഴ്സസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ബുക്ക് പഠിച്ച് കൃത്യമായിട്ട് അതിൻ്റെ തിയറി പേപ്പർ എന്ന രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട 15 കോഴ്സസും ഒപ്പം നമ്പർ ഓഫ് പ്രാക്ടിക്കൽ കോഴ്സസ് 6 ആയിരിക്കും. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് കോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ കൃത്യമായിട്ട് അവിടെ ഒരു പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 80 ആണ്. ഇനി പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അഥവാ ഈ ലാബിലാണെങ്കിലും എന്തൊക്കെയായിരിക്കും കാര്യങ്ങളുള്ളത്, അതിനെല്ലാം കൃത്യമായിട്ട് ഇഗ്നോയുടെ ഭാഗത്തു നിന്ന് തന്നെ ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബുക്സ് ആയിട്ടും പ്രാക്ടിക്കൽ മാനുവൽസ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ മാനുവൽസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ഇഗ്നോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. സോ ഈ പ്രൊജക്റ്റ് കോഴ്സസ് ആയിട്ട് ബന്ധപ്പെട്ട് ലാബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇനി ആ മാനുവൽസും ഇതേപോലെ തന്നെ ഒരു ഡീകോഡ് വീഡിയോ വഴി എങ്ങനെയാണ് ലാബിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്ന ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നുള്ള ആളുകൾ അത് കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ഒരുപാട് പേർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും ഡീകോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കായിട്ട് MCA കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ 4 സെമസ്റ്ററിലുമായിട്ട് 80 ക്രെഡിറ്റ്സ് ഈ രീതിയിൽ എല്ലാ കോഴ്സസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുകയും അതിനെ തുടർന്ന് നമുക്ക് MCA ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി MCA കോഴ്സ് മാത്രമല്ല, ഇഗ്നോയിൽ ഒട്ടനവധി കോഴ്സസ് അവൈലബിൾ ആണ്. ഈ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കോഴ്സസും ഇഗ്നോയിൽ അവൈലബിൾ ആണ്. സോ ആ കോഴ്സസിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആദ്യം കമൻറ്റ് ചെയ്യുക. ഒരുപാട് പുതിയ കോഴ്സസ് ഇഗ്നോ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇഗ്നോയിൽ ആർട്സ് ആയിട്ടും അതേപോലെ തന്നെ സയൻസ് ഫീൽഡിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിൽ പ്രോഗ്രാം ഡീകോഡ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിന് കീഴിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവിധ പ്രോഗ്രാംസിൻ്റെ പ്രോഗ്രാം ഡീകോഡ്, അതായത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സിന് എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇഗ്നോയിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ ഇഗ്നോയിൽ ഏതെങ്കിലും പ്രൊസീജിയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്ന ഡൗട്ടാണ് ഉള്ളത്, അപ്പോൾ എന്ത് ചെയ്യണം എന്ന രീതിയിലൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ട് 9562636469 എന്ന നമ്പറിൽ നമുക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങളുടെ ഡൗട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ അത് കേട്ട് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ഒരു 24 hours പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
So if you are new to this channel, kindly subscribe to the channel. We will be coming up with more initiatives. Also share with your IGNOU friends so that we can reach maximum number of learners. Have a happy learning experience. Stay tuned and thank you.